ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ GRHK ബയോളജി ക്ലാസ്സസ്. നീറ്റ് 2025 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് NTA ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ തന്നിട്ടുള്ളത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ തന്നെ എക്സാമിനേഷൻ ഡേറ്റും അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടി ഈ ഒരു നോട്ടിഫിക്കേഷനിൽ NTA വളരെ ക്ലിയറായിട്ട് നമ്മെ അറിയിക്കുന്നുണ്ട്. NTAയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്, അതായത് 7th February 2025 ആ ഒരു പബ്ലിക് നോട്ടീസിൽ ഓൺലൈനിലൂടെ എങ്ങനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് എന്നാണ് NTA പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇൻ ഓൾ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ BDS, BVSc, BAMS, BUMS, BSMS, BHMS, അതുപോലെ തന്നെ BSc നഴ്സിംഗ്, അതായത് മിലിറ്ററി നഴ്സിംഗ് സർവീസിന് വേണ്ടിയിട്ടുള്ള BSc നഴ്സിംഗ്, ഈ കോഴ്സുകൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം എന്നാണ് NTA ഈ ഒരു നോട്ടീസിലൂടെ അറിയിച്ചിട്ടുള്ളത്. The examination will be held on 4th May 2025. മെയ് 4 തീയതിയാണ് നമ്മുടെ ഈ വർഷത്തെ നീറ്റ് എക്സാമിനേഷൻ. 120 minutes, അതായത് 3 hours ആണ് നമ്മുടെ എക്സാമിനേഷൻ ടൈം. 2 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ ആണ് നമ്മുടെ ഈ എക്സാമിനേഷൻ നടത്തുന്നത്. 13 ലാംഗ്വേജുകളിൽ ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഇൻക്ലൂഡിങ് മലയാളം. ഇനി ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം ഫെബ്രുവരി 7 മുതൽ മാർച്ച് 7 വരെ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ ഓഫ് ഫീ ത്രൂ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഓർ നെറ്റ് ബാങ്കിങ് ഓർ UPI, അത് 7th മാർച്ച് വരെ മാത്രമേ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി എന്തെങ്കിലും കറക്ഷൻസ് നമുക്ക് വരുത്താനായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 9 തീയതി മുതൽ 11 മാർച്ച് വരെ ആണ് ആ കറക്ഷൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ഫീസിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ജനറൽ കാറ്റഗറി 1700, മറ്റ് കാറ്റഗറികളിൽ 1600, അതുപോലെ തന്നെ SC ST PWBD തേർഡ് ജെൻഡർ ഇവർക്കൊക്കെ 1000 rupees ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഇന്ത്യ 9500 ആണ് ആ ഒരു ഫീസ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇനി അനൗൺസ്മെൻറ്റ് ഓഫ് സിറ്റി ഇൻറ്റിമേഷൻ, എവിടെയായിരിക്കും നമ്മുടെ സിറ്റി, നമ്മൾ പരീക്ഷ എഴുതേണ്ട സെൻറ്റർ ഏത് സിറ്റിയിലായിരിക്കും എന്നുള്ളത് നമുക്ക് 26th April നമ്മളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡൗൺലോഡിങ് ഓഫ് അഡ്മിറ്റ് കാർഡ്സ് എന്ന് പറയുന്നത് മെയ് 1 തീയതിയാണ് നമുക്ക് അഡ്മിറ്റ് കാർഡ്സ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് 4th May, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് 4th Mayയിലാണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കൂടി ഇവിടെ പറയുകയാണ്. ഡ്യൂറേഷൻ ഓഫ് എക്സാമിനേഷൻ 180 minutes ആണ്, അതായത് 3 hours ആണ് ഡ്യൂറേഷൻ ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ടൈമിംഗ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് 2 മണി മുതൽ 5 മണി വരെയാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഗൾഫ് സെൻറ്റേഴ്സൊക്കെ വരുവാണെങ്കിൽ ടൈമിൽ ചെറിയ വ്യത്യാസം അവിടെ ഉള്ളത് കൊണ്ടാണ്. ഇനി സെൻറ്റർ ഓഫ് നീറ്റ് ആസ് ഇൻഡിക്കേറ്റഡ് ഓൺ ദി അഡ്മിറ്റ് കാർഡ് എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേ ഓഫ് റെക്കോർഡഡ് റെസ്പോൺസസ് ആൻഡ് ആൻസർ കീസ് വിൽ ബി ഇൻറ്റിമേറ്റഡ് ലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. വെബ്സൈറ്റുകൾ 2 കൊടുത്തിട്ടുണ്ട്. NTA.ac.in, neet.nta.nic.in. ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് ഓൺ ദ NTA വെബ്സൈറ്റ് ടെൻറ്റേറ്റീവ്ലി 14th June 2025 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 ഇൻസ്ട്രക്ഷൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. അത് ഓൺലൈൻ മോഡിൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ neet.nta.nic.in
ഇങ്ങനെ ഒരു വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, അഡ്രസ് പ്രൂഫ്, സ്കാൻഡ് സിഗ്നേച്ചർ, ഇതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അത് സ്ട്രിക്ട്ലി ബേസ്ഡ് ഓൺ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാൻഡിഡേറ്റിന് ഒരൊറ്റ ആപ്ലിക്കേഷൻ മാത്രമേ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ക്ലിയർ ആയിട്ട് എല്ലാവരും ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു ഇമെയിൽ അഡ്രസ്സും അതുപോലെ തന്നെ ഒരു മൊബൈൽ നമ്പറും, അത് നമ്മുടെയോ നമ്മുടെ പാരൻസിൻ്റെയോ ആകാം, അത് പ്രൊവൈഡ് ചെയ്യണം. അതിലൂടെ മാത്രമേ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഇൻഫർമേഷനും NTA പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ, SMS ആയിട്ടോ ഇമെയിൽ ആയിട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.